അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മസാലപ്പൂരി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മസാലപ്പൂരി ഉണ്ടാക്കാനായിട്ട് ഒരു 2.5 കപ്പ് ആട്ട ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് കടലപ്പൊടിയും ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മസാലപ്പൊടികളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കസ്തൂരി മേത്തി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് പൂരിയുടെ ആട്ട കുഴക്കുന്ന പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാട്ടോ. മസാലപ്പൂരിക്ക് അരിപ്പൊടി ചേർക്കുന്നതിന് പകരം റവയും ചേർത്ത് കൊടുക്കാവുന്ന ാണ്. ഒപ്പം കുറച്ച് ഉരുളക്കിഴങ്ങും വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് പൂരി ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും ചെറിയ കഷ്ണങ്ങളായി നുറുക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ. മസാലപ്പൂരിയുടെ ആട്ട ഞാൻ കുഴച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൊടി തൂവിയല്ല കേട്ടോ പൂരി പരത്തി എടുക്കുന്നത്, എണ്ണ ഒഴിച്ച് തന്നെയാണ് പൂരി പരത്തി എടുക്കുന്നത്. പൊടി തൂവി പരത്തി കഴിഞ്ഞാലേ ഒരു 2 പൂരി എണ്ണയിലിട്ട് ചുട്ട് കഴിയുമ്പോഴേക്കും എണ്ണ കറുത്തു തുടങ്ങോട്ടെ. അതുകൊണ്ടാണ് ഞാൻ എണ്ണ തൂവി പരത്തി എടുക്കുന്നത്. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ പൂരി ഇട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. പൂരി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്താലേ പൂരി നല്ലപോലെ പൊന്തി നല്ല കൊമളച്ച് വരുവുള്ളൂ കേട്ടോ. തിളച്ച എണ്ണയിലേക്ക് പൂരി ഇട്ടതിന് ശേഷം ചട്ടകം കൊണ്ട് പൂരി ഒന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുത്താല് പൂരി നല്ലപോലെ പൊന്തി വരും കേട്ടോ. പൂരിയുടെ കറിയായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് മസാലയാണ് കേട്ടോ റെഡിയാക്കിയിരിക്കുന്നത്. അരിപ്പൊടി ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ മസാലപ്പൂരി റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിനേലും കുറച്ച് വെറൈറ്റി ആണ്, നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയും ആണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. എന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ.